അനുഭവങ്ങളും അനുഭൂതികളും നൽകുന്ന കാലം തന്നെ എല്ലാം കവരുമെന്നത് മറന്ന യയാതിയുടെ ജീവിതം അനന്തപുരിയിൽ അരങ്ങിലെത്തി. വ്യാസഭാരതത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള വലിയ ദൗത്യത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഈ കലാപ്രകടനം. കാലപ്രയാണത്തിലെ സ്വാഭാവിക തലമുറമാറ്റം പോലും അംഗീകരിക്കാൻ ആസക്തികളിൽ മുങ്ങിക്കിടന്ന യയാതിയുടെ മനോനില വിസമ്മതിക്കുന്നു. ഒഴുകിയകന്ന ചെറുപ്പത്തിനായി പുത്രർക്ക് മുന്നിൽ യാചിക്കുന്നു. രക്തബന്ധുവായ ഒരു യുവാവ് അവന്റെ യുവത്വം നിനക്ക് ദാനം ചെയ്ത് പകരം ഈ വാർദ്ധക്യം സ്വീകരിക്കട്ടെ. അപ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും. അപ്പോഴും രാജാവേ, ശിഷ്ടകാലം ഈ യാചകൻ, ഇരന്നു തിന്നുന്നവൻ. കാമത്തിന്റെയും മോക്ഷത്തിന്റെയും വരമ്പിൽ ഇടറുന്ന യയാതിയുടെ യാത്ര തിരുവനന്തപുരത്തെ തൈക്കാട് ഗണേശത്തിൽ അരങ്ങിലെത്തി. മാതൃഭൂമി ന്യൂസിലെ മാധ്യമപ്രവർത്തകനായ ദിവിഷ് മണി യയാതിയായി. സംഭാവ്യമായ എല്ലാ ജീവിത സന്ദർഭങ്ങളുമുള്ള മഹാഭാരതത്തിന്റെ ആഖ്യാനങ്ങൾ പുതുതലമുറയിലെത്തിക്കുന്ന സുദീർഘ ഉദ്യമത്തിനാണ് യയാതിയിലൂടെ പ്രൊജക്ട് ഭാരതവർഷ തുടക്കം കുറിച്ചത്. മാധ്യമപ്രവർത്തകനായ കെ മധുവാണ് രചന നടത്തിയത്. സംവിധാനം AK സുജിത്ത്. യയാതി നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടവുമായി പരിചയപ്പെടുമ്പോൾ, പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തേക്ക് വരുമ്പോൾ അദ്ദേഹം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വക്താവായി മാറി എന്ന് വേണം ഈ നാടകത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ. പുതിയ കാലത്തെ വിപണിത്തിളക്കം ഓരോരുത്തരിലും യയാതിയുടെ ഉൾപ്രേരണകൾ ഉണർത്തുന്നുവോ എന്ന് ചിന്തിപ്പിക്കുന്നു ഈ ഏകാംഗം. ഇതിഹാസ കഥാപാത്രങ്ങളുടെ ഇന്നത്തെ പ്രസക്തിയാണ് യയാതി രംഗത്തെത്തിച്ചത്. പഴയ കാലത്തെ പല കാര്യങ്ങളും അത് പുതിയ കാലത്ത് അതേ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ രീതിയിൽ പുതിയ കാലമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. പുതിയ വേദികൾ തേടി യയാതിയും വികാര വിചാരങ്ങളുടെ ആഖ്യാനങ്ങളുമായി പ്രൊജക്ട് ഭാരതവർഷയും യാത്ര തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.